കുറച്ച് കിച്ചൺ ഹാക്സ് ആയാലോ? യെസ്. നിങ്ങളുടെ കറിയിൽ ഉപ്പ് കൂടി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഒരു ഉരുളക്കിഴങ്ങിന്റെ പീസ് എടുത്ത് കറിയിലിടുക. ആ ഉരുളക്കിഴങ്ങിന്റെ പീസ് ആ ഉപ്പ് മുഴുവൻ വലിച്ചെടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കണക്കൊരു ഓവൻ ഉണ്ടായിരിക്കും. ഇതിനകത്ത് സ്റ്റെയിനും ഉണ്ടായിരിക്കും. ആ സ്റ്റെയിൻ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് ബേക്കിംഗ് സോഡയും പോരാതിനൊരു ചെറു നാരങ്ങയും വെച്ചിട്ട് അത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റെയിൻ കംപ്ലീറ്റ്ലി മാറും. പിന്നെ വാഷിംഗ് മെഷീനിൽ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തൊരു കാര്യമുണ്ട്. ഈ സാധനം നമുക്ക് ക്ലീൻ ചെയ്യേണ്ടി വരും. ഇത് നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഊരി വരും. സോ ഇത് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് അതുപോലെ വെക്കാൻ പറ്റും. മോസ്റ്റ് ഓഫ് ആൾക്കാർക്കും ഇത് അറിയത്തില്ലായിരിക്കും. ഇനി നിങ്ങൾ ഒരു അപ്പാർട്ട്മെന്റ് എടുക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു അപ്പാർട്ട്മെന്റ് എടുക്കണം. അപ്പാർട്ട്മെന്റ് എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ഒരു 1 ബെഡ്റൂമിന്റെ പ്രൈസിങ്ങിന് താഴെയാണ് ഇവിടെ ഒരു 2 ബെഡ്റൂം പ്രൈസിങ് വരുന്നത്. വെറും സ്റ്റാർട്ടിങ് 980K ദിർഹംസ് മാത്രമാണ് വരുന്നത്. ലൊക്കേഷൻ ആവട്ടെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. സോ നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം.